ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ദൂത് ഇതാണ്: നിങ്ങളുടെ ഹൃദയത്തിന്റെ തകർച്ച, ഭാരങ്ങളെ, നിങ്ങളുടെ അകത്തെ കരുത്ത്, ഉൾക്കരുത്ത് ഇല്ലാതായിപ്പോയതിനെ ദൈവം നന്നായി അറിയുന്നു. ഞാൻ വീണ്ടും പറയുന്നു, പിശാച് നിങ്ങളുടെ ഉൾക്കരുത്തിനെ നഷ്ടമാക്കി കളഞ്ഞതിനെ ഇന്ന് കർത്താവ് ഒന്ന് മടക്കി തരാൻ പോകുകയാണ്. രാമൻ പറഞ്ഞേ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വിഷയത്തിലാണ് നിങ്ങളുടെ ഉൾക്കരുത്ത് നഷ്ടമായി പോയി, മനസ്സ് ഇടിഞ്ഞുപോയി, ഹൃദയം നുറുങ്ങിപ്പോയത്, കർത്താവ് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക, റെസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സന്ദേശം മുഴുവൻ നിങ്ങൾ കേൾക്കണം. ആമേൻ, സ്തോത്രം. പിശാച് ഒരുപാട് പേരുടെ മനസ്സിനെ ഞെരുക്കുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാതെ വണ്ണം, ജയിക്കാൻ കഴിയാതെ വണ്ണം, ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ കഴിയാതെ വണ്ണം, തലമുറയുടെ നന്മകൾ കാണാൻ കഴിയാതെ വണ്ണം, അഭിവൃദ്ധികൾ കാണാൻ കഴിയാതെ വണ്ണം പിശാച് ഞെരുക്കുകയാണ്. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വലിയൊരു മാറ്റം തരാൻ പോകുകയാണ്. യെശയ്യാ പ്രവാചകന് ദൈവം അരുളപ്പാട് നൽകി. യേശുക്രിസ്തു ഈ ലോകത്തിൽ അവതരിക്കുന്നതിനെ കുറിച്ച് വലിയൊരു അരുളപ്പാട് നൽകിയതാണ് 61-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാൽ യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും, തടവുകാരോട് വിടുതലും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് യേശു ക്രിസ്തുവിനെ ദൈവം എന്തിനാണ് ഭൂമിയിലേക്ക് അയച്ചെന്നറിയാമോ? എളിയവരോട് സദ്വർത്തമാനം അറിയിക്കുക, ഹൃദയം നുറുങ്ങിയവരെയും തകർന്നവരെയും മുറിവ് കെട്ടുക, തടവിൽ കിടക്കുന്നവരെയും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർക്കും സ്വാതന്ത്ര്യം കൊടുക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യത്തിൽ യേശു നസ്രയത്തിൽ വന്ന് പ്രഖ്യാപിച്ചത് ഇതാണ് സുപ്രസാദ കാലം, ഇത് രക്ഷാ ദിവസം, ഇത് ദൈവത്തിന്റെ പ്രസാദ വർഷം ഘോഷിക്കുന്ന സമയം, നിങ്ങളെ വിടുവിച്ചെടുക്കുന്ന സമയം. ഞാൻ ഇന്നലെ പറഞ്ഞാൽ, പിശാച് തടവിലാക്കി വെച്ചിരിക്കുന്ന, ബന്ധിക്കപ്പെട്ട് തടവിൽ കിടക്കുന്ന ചിലതിനെ ദൈവം ഇന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഏതൊക്കെ മേഖലയിലാണ് പിശാച് തടയിലാക്കി വെച്ചിരിക്കുന്നത്? സാധാരണ ജനങ്ങൾ അവരുടെ സാമ്പത്തിക വിഷയത്തിലോ, അവരുടെ രോഗപ്രശ്നങ്ങളിലോ, അവരുടെ തലമുറയുടെ വിഷയത്തിലോ ഒക്കെ ഒത്തിരി ഞെരുക്കം അനുഭവിക്കുന്ന, ആകുലങ്ങൾ അനുഭവിക്കുന്നവരാ. എന്നാൽ കർത്താവ് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ശിമോൻ പത്രോസ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിച്ചില്ല. നിരാശയോടുകൂടി വല കഴുകുന്ന ശിമോൻ പത്രോസിന്റെ പടകിൽ യേശു വന്നപ്പോൾ അവന്റെ ജീവിതത്തിന് പുത്തൻ പ്രതീക്ഷ നൽകി. നോക്കിക്കേ, ഏതോ ഇരുട്ടിലും ബന്ധിക്കപ്പെട്ട് കിടന്ന ശിമോൻ പത്രോസിന്റെ ജീവിതത്തെ വലിയ പ്രകാശമുള്ള ജീവിതമാക്കി മാറ്റി, വലിയ പ്രതീക്ഷകളുള്ള ജീവിതമാക്കി മാറ്റി. അവൻ മുഖാന്തരം അനേകർ വിടുവിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അഭിഷിക്തന്മാരെ പിശാച് പലപ്പോഴും ഞെരുക്കാറുണ്ട്. യോഹന്നാൻ സ്നാപക യോഹന്നാൻ ഒരു ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായി നിന്നിരുന്നവനാണ്. പക്ഷേ അവനെ പിശാച് ഞെരുക്കാൻ നോക്കി, അവന്റെ മനസ്സിനെ കുരുടാക്കാൻ നോക്കി, അവന്റെ കരുത്ത് നഷ്ടപ്പെടുത്തി ജയിലിൽ കിടന്നപ്പോൾ. ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 20-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ, യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ യോഹന്നാനെ കുറിച്ച് വന്ന് പറയുകയാണ്, വരുവാണല്ലോ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ? ഒരു വലിയ സംശയം. നാളിതുവരെ യേശുവിനെ വിശ്വാസമുണ്ടായിരുന്നു, യേശുവിനെ കുറിച്ച് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ ഇപ്പൊ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. സംശയം. കാരണം എന്നാ? തടവിൽ കിടക്കുക, ബന്ധിക്കപ്പെട്ട് കിടക്കുക. എന്താ യേശുവിന്റെ മറുപടി എന്നാന്നറിയാമോ? യേശുവിന്റെ മറുപടി എന്ന് പറഞ്ഞാൽ, നീ ഇത് ഈ കാണുന്നു എന്ന് പറയുക. കുരുടർ കാണുന്നു, മുരടർ നടക്കുന്നു, യഹോവ കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടന്മാർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്ന് യോഹന്നാനെ അറിയിക്കുക. ഇത്രയും പറഞ്ഞാൽ മതി. അടുത്ത കാര്യം, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് ഇടറിപ്പോകരുതേ, സംശയിക്കരുതേ. പല കാര്യങ്ങളിലും ഒരു തടവിലാക്കപ്പെട്ടവരെ പോലെ, അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ പോലെ, കാരാഗ്രഹവാസം അനുഭവിക്കുന്നവരെ പോലെ നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങളിൽ നിങ്ങൾ ഇടറരുത്, നിരാശപ്പെടരുത്. നിങ്ങളെ ശക്തീകരിക്കുവാൻ സ്വർഗത്തിലെ അപ്പച്ചന്റെ കരം അടുത്ത് തന്നെ ഉണ്ട്. കാരണം കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഇന്നലെ അവൻ അത്ഭുതം ചെയ്തു, ഇന്നും അത്ഭുതം ചെയ്യുന്നു, നാളെ അവൻ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ആ ഒരു സാക്ഷ്യമാണ് ചെന്ന് യോഹന്നാനോട് പറയാനായിട്ട് യേശു ശിഷ്യന്മാരെ പറഞ്ഞ് അയക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ എല്ലാ സംശയങ്ങളെയും ദൈവം ഒന്നും മാറ്റാൻ ആഗ്രഹിക്കുക. അവൻ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. പിശാചിന്റെ കയ്യിൽ കുടുങ്ങിപ്പോയതിനെ യെഹെസ്കേൽ പ്രവാചകൻ പറയുന്നത്, പറിച്ചു കീറപ്പെട്ടത്, ഓടിച്ചു കളയപ്പെട്ടത്,
കുടുങ്ങിപ്പോയതിനെ ഞാൻ മടക്കി വരുത്തും, ദീനം പിടിച്ചതിനെ ഞാൻ സൗഖ്യമാക്കും. ഹല്ലേലൂയ. എല്ലാ എന്താ പറയുന്നേ, ഇരുളടഞ്ഞ ചാപ്റ്റേഴ്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അത് ആ ചാപ്റ്റർ തുറക്കണ്ട, ഇനി ആ വാതിൽ തുറക്കില്ല, ഇനി ആ വഴി കാണുകയില്ല എന്ന് പറഞ്ഞതിനൊക്കെ ദൈവം എടുത്ത് കളയാൻ പോവാ. അതിനൊക്കെ മാറ്റിയിട്ട് ദൈവം വലിയ വിടുതൽ, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കുകയാണ്. എനിക്കറിയാം ഒത്തിരി കുടുംബങ്ങൾ പിശാച് പീഡിപ്പിക്കുകയാണ്. അത് രോഗങ്ങളും കടഭാരങ്ങളും മാത്രമല്ല, മാനസികമായി പീഡിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ചെറിയ എന്താ പറയുക, മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുക, ഇല്ലെങ്കിൽ മനസ്സിൽ തന്നെ തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നുക, തങ്ങളെ തന്നെ കുറ്റം പറയുക, ജനിച്ച വീടിനെ, വളർന്ന സാഹചര്യങ്ങളെ, കടന്നു പോകുന്ന വഴികളെ, ഇപ്പം ജോലിയില്ല, അല്ലെങ്കിൽ വരുമാനങ്ങളില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർ പരിഗണിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യം വരുമ്പോൾ തങ്ങളെ തന്നെ കുറ്റം പറഞ്ഞ് പഴിച്ച് ആളുകള് എന്താ പറയുന്നത്, പിശാചിന്റെ തടവറയ്ക്കകത്തേക്ക് കയറിപ്പോവുക. ഞാൻ പറയാം, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പിശാചിന്റെ തടവറയിലേക്ക് നമ്മൾ അറിയാതെ കയറുകയാണ്. അവിടുന്ന് പുറത്തു വരണമെങ്കിൽ യേശുക്രിസ്തുവിലൂടെ, ഹല്ലേലൂയ, കർത്താവായ യേശുക്രിസ്തുവിലൂടെ മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. ഈ കർത്താവ് സൗഖ്യമാക്കുന്ന, മുറിവ് കെട്ടുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. തെസ്സലോനിക്ക ലേഖനത്തിൽ 1 തെസ്സലോനിക്കർ 5:14 സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു, ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ. ഉൾക്കരുത്തില്ലാത്തവർ അതാ കർത്താവ് നൽകിയ ആലോചനയുടെ ഒരു ഭാഗം അതാണ്. ഉൾക്കരുത്ത് നഷ്ടമായി പോയതിനെ ധൈര്യപ്പെടുത്തും. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവിൻ. ഹല്ലേലൂയ. സ്തോത്രം. ഓടി ഇനി ഓടാൻ വയ്യ, കുഴഞ്ഞു പോവുകയാണ്. കുഴഞ്ഞുപോയ മുഴങ്കാലുകളെ ദൈവം നിവർത്തും, ശക്തീകരിക്കും, ശക്തമായി ഓടാനുള്ള ബലം തരും. തളർന്നു ശക്തീകരിക്കും, ശക്തമായി ഓടാനുള്ള ബലം തരും. തളർന്നുപോയ കൈകൾ, ഒരുപാട് ചെയ്തതാ, ഒരുപാട് പ്രവർത്തിച്ചതാ, ഒരുപാട് കർത്താവിന് വേണ്ടി നിന്നതാ, പക്ഷെ ഇന്ന് തളർന്നിരിക്കുകയാണ്. കർത്താവ് പറയുന്നില്ല, ആ തളർന്ന കൈകളെ കർത്താവ് ബലപ്പെടുത്താൻ പോകുകയാണ്. പീഡിതന്മാരെ സ്വതന്ത്രരായി വിട്ടയക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ബന്ധിക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യതയും നൽകാൻ പോകുകയാണ്. സ്തോത്രം. ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുന്ന ദൈവം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അവന്റെ ശക്തിയാൽ നിറയ്ക്കും, പുതിയ കരുത്തും അഭിഷേകവും ശക്തിയും തരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായത്തിന്റെ 28 വാക്യത്തിൽ വായിക്കുന്നത്, ബലമില്ലാത്തവന് ഞാൻ ബലം കൊടുക്കും, ശക്തിയില്ലാത്തവന് ശക്തി ഞാൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. നിങ്ങളുടെ മേലൊരു പുതിയ ശക്തി വരും. ദൈവം നിങ്ങളെ ഉപയോഗിക്കും, ദൈവം നിങ്ങളെ അയക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഉൾക്കരുത്തില്ലാത്തവരെ താങ്ങുവാൻ, ധൈര്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി യേശുക്രിസ്തുവിൽ വ്യാപരിച്ച് ഞങ്ങളുടെ മേൽ ആ കരുത്ത് തരുന്നതിനായി നന്ദി. ഈ വചനം കേൾക്കുന്ന ജനത്തിന്റെ മേൽ ദൈവിക കരുത്ത് വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ബലം വ്യാപരിക്കട്ടെ. കർത്താവേ, ഈ മക്കളെ ഞെരുക്കിയ സകല പൈശാചിക ശക്തികളും ഈ മക്കളെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവിക വാതിലുകൾ തുറക്കട്ടെ. ആരും അടയ്ക്കാതെ വേണം തുറക്കുന്നവന്റെ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവികമായ ജ്ഞാനവും നിറവും വെളിപ്പെട്ടു വരേണ്ടതായി പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ധൈര്യമായിട്ടിരിക്കുക, കർത്താവ് കൂടെ ഉണ്ട്. മനം തകർന്നവരെ സൗഖ്യമാക്കും, മുറിവുകളെ കെട്ടും. ഈ സന്ദേശം നിങ്ങൾ കുറെ പേർക്ക് ഷെയർ ചെയ്യാം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.